ഞാൻ താമസിക്കുന്ന ആശീർഭവനിൽ ഞങ്ങൾ 6 അച്ഛന്മാരുണ്ട്. ആശീർഭവൻ നൽകുന്ന സന്തോഷങ്ങളൊന്നാണ് ഞങ്ങളുടെ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ. പലർക്കും പല കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്, എപ്പോഴും എല്ലാവരും എത്തണമെന്നില്ല. പക്ഷെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും സന്തോഷമുള്ള സമയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു അച്ഛനായിട്ട് എനിക്കിത്തിരി പ്രോബ്ലം ഉണ്ടായി. എൻ്റെ തെറ്റാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് അച്ഛനെ നന്നായിട്ട് ഹേർട്ട് ചെയ്യുമെന്നറിയാം. അപ്പോൾ ഞാൻ ബോധപൂർവ്വം വൈകി വരും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച പോയി. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഒന്ന് പെടുകയാണ്. അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, "അവിടെ നീ ചെയ്ത തെറ്റാണ്." ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ കുറേ സംസാരിച്ചു, റിലാക്സ്ഡായി. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഡിന്നർ വിത്ത് ദ ഡിവൈനാണ്. ഈശോ മേശയിലിരിക്കുകയാണ്, പക്ഷേ ഈശോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സങ്കടം എന്താ? കൂട്ടത്തിൽ ഒരാൾ ഒറ്റിക്കൊടുക്കാൻ പോവാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഒന്നും അറിയാത്ത മാതിരിയല്ലേ ഈശോ ഇരിക്കുന്നത്. ഈശോ അത് പ്രകടിപ്പിക്കുകയാണ്. ഈശോ അത് വ്യക്തമായിട്ട് തുറന്ന് പറയാണ്, "നിങ്ങളൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും." മറ്റു 11 ശിഷ്യന്മാരുടെ ഈശോയുടെ കൂടെയുണ്ട്. അതിലൊരാൾ ഈശോയുടെ ചങ്കിലേക്ക് ചാരിക്കിടപ്പുണ്ട്. പക്ഷേ ഈശോ കാണുന്നത് എന്താ? പാപത്തിൽ ചാരിക്കിടക്കുന്നവനെയാണ്. അപ്പോൾ ഈശോ അത് തുറന്ന് പറഞ്ഞിട്ട് എന്താ പറയുക? നീ എന്നിലേക്ക് ചാര്. അപ്പോൾ പാപം ഈശോയുടെ സങ്കടമാണ്. ഈശോ അത് നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ സങ്കടമാണ് പാപം. എത്ര പേര് എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല, എന്നിൽ നിന്ന് മാറി പാപത്തിലേക്ക് ചാരിക്കിടക്കുന്നവൻ എൻ്റെ സങ്കടമാണ്. നമ്മൾ പെസഹ വ്യാഴാഴ്ച ഒരു വിരുന്നിനിരിക്കാൻ പോവാണ്, ഈശോയുടെ കൂടെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര പേര് കുമ്പസാരിച്ചൊരുങ്ങി ഈശോയിലേക്ക് ചാരിക്കിടക്കുന്നുണ്ടെന്നുള്ളതല്ല, ഈശോയെ സങ്കടപ്പെടുത്തുന്ന പാപത്തിലേക്ക് ചാരിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈശോക്കൊരു പ്രോമിസ് കൊടുക്കാം നമുക്ക്. എന്താണെന്നറിയാമോ? ഈശോ നിൻ്റെ കൂടെ വിരുന്നിനിരിക്കുമ്പോൾ പാപത്തിലേക്ക് ചാരിക്കിടക്കുന്ന ആ ഒരാൾ, അത് ഞാനാവില്ല. പ്രോമിസ്.